നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. അരിയും തിന്ന് ആരെയൊക്കെയോ കടിച്ചിട്ടും വീണ്ടും നായയ്ക്ക് തന്നെ മുറുമുറുപ്പ് എന്ന പോലെയാണ് നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ കാര്യം. പ്രത്യേകിച്ച് മാണി സാറിന് ഭാഗം വെച്ചപ്പോൾ നടുത്തുണ്ടവും വാങ്ങി, കിട്ടാനുള്ളതും ചോദിച്ചു വാങ്ങാനുള്ളതും മുഴുവൻ വാങ്ങി, ഊറ്റാനുള്ളതും ഊറ്റി UDF വിട്ടതാണ്. ഇപ്പോഴാണ് ഒറ്റയ്ക്കിരിക്കണമെന്ന തോന്നലുണ്ടായത്. ഇനി ആരെയും തട്ടാതെയും മുട്ടാതെയും ഇരിക്കാം എന്ന് മാണി സാർ UDFിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് മാറിയിരിക്കുകയാണെന്ന് മാണി പറഞ്ഞു കളഞ്ഞു. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചതിനെക്കുറിച്ചായിരുന്നു മാണിയുടെ പ്രതികരണം. നമ്മൾ UDF വിട്ട് സ്വതന്ത്രമായ ഒരു ബ്ലോക്കായി ഇരിക്കുകയാണ്. സ്വതന്ത്ര ബ്ലോക്ക് അനുവദിച്ചു തരണം നിയമസഭയിൽ എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. സ്പീക്കർ നമുക്ക് സ്വതന്ത്ര ബ്ലോക്ക് നൽകിയിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് എന്ന് പറയുമ്പം നമ്മൾ UDFിൻ്റെ ആ ഇടയിൽ നിന്നും മാറി ഇപ്പുറത്തിരിക്കുന്നു എന്നുള്ളതാണ്. UDFിൻ്റെ ഇടയിൽ അങ്ങോട്ട് തിങ്ങിയിരിക്കേണ്ടത്. UDFിൻ്റെ ഇടയിൽ തിക്കലും ഞെരുക്കും ഒക്കെയാണ്. മാറി അങ്ങ് ഇരുന്നുവെച്ചാൽ മുട്ടാതെയും തട്ടാതെയും ഒക്കെ നമുക്ക് അതൊക്കെ ഇരിക്കാമല്ലോ, സ്വതന്ത്രമായിട്ട് ഇരിക്കാമല്ലോ എന്ന് കരുതി എന്നുള്ളത്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പറയുന്നത്. പിണങ്ങിയതിന് ശേഷം എല്ലായിടത്തു നിന്ന് പുലഭ്യം പറയുന്ന ഒരു ഏർപ്പാട് കേരള കോൺഗ്രസിന്. അതുകൊണ്ട് വിട്ടുപോകുന്നു. അതുകൊണ്ട് UDFിനെ പുലഭ്യം പറയുക, കോൺഗ്രസിനെ പുലഭ്യം പറയുക, ആ രീതിയിലല്ല ഈ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നു. നമ്മൾ പോകുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരസ്പര വിശ്വാസമില്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ, പരസ്പര സഹകരണമില്ലാതെ എങ്ങനെ നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെയുള്ള ഒരു ഐക്യത്തിന് പകരം അനൈക്യമായിരുന്നു, ഒരു അനൈക്യ മുന്നണിയായിരുന്നു. അതിലായിരുന്നു നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എപ്പോഴും കേരള കോൺഗ്രസിനെ ഒരു നമ്പർ 1 ശത്രുവായി കണ്ടിരുന്നു. നമ്മളെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമമാണ് എവിടെ നിന്നും കണ്ടത്. കാരണം നമ്മൾ ശക്തി പ്രാപിക്കുന്നത് എന്തോ ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന ഒരു രീതിയാണ് കേരള രാഷ്ട്രീയം. നമ്മളിതിലൊന്നും വല്ല ഭയമുണ്ടോ? തീയിൽ കുരുത്തവര് വെയിലത്ത് വാടിയല്ലേ? നമ്മൾ തീ കുരുത്ത് 65 ഒറ്റയ്ക്ക്, 67 ഒറ്റയ്ക്ക്, 70 ഒറ്റയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ശക്തി തെളിയിച്ച് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിലെ പ്രകാശിച്ചു നിന്ന, ശോഭിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് കേരള കോൺഗ്രസ്. പാർട്ടിയിലേക്ക് വരണം. മെമ്പർഷിപ്പിന്റെ കാലമാണ്. മെമ്പർഷിപ്പ് നമുക്ക് പുതുതായിട്ട് കൊടുക്കണം. പരമ്പരാഗത കേരള കോൺഗ്രസ്സുകാർ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, പുതിയ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം. ഒരു പുതിയ വ്യക്തി കേരള കോൺഗ്രസിലേക്ക് വരണം. ഒരു പുതിയ കുടുംബം കേരള കോൺഗ്രസിലേക്ക് വരണം. അപ്പം കേരള കോൺഗ്രസിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മെമ്പർഷിപ്പിലൂടെയാണ്. മെമ്പർഷിപ്പ് കൊടുത്ത് പുതിയ കുടുംബങ്ങളെയും പുതിയ വ്യക്തികളെയും നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പാർട്ടിയെ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നിങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടു കൂടി വിപുലമാക്കണം, വ്യാപകമാക്കണം എന്ന് ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. കേസ് അന്വേഷണം മാജിക് അല്ലെന്നായിരുന്നു ഒരിക്കൽ ബെഹ്റാജി പറഞ്ഞത്. ആ മാജിക്കിൻ്റെ സൂത്രവാക്യങ്ങൾ കുട്ടികളിപ്പോൾ ബെഹ്റാജിയോട് ചോദിച്ചിരിക്കാം. കുട്ടികൾ എന്നാൽ കുട്ടി പോലീസ്. ട്രാഫിക് ബോധവൽക്കരണം, തരിശുനിലത്തിലെ കൃഷി, ഇവയുടെ വിജയകരമായ നടത്തിപ്പിന് ശേഷം ഇനി കേസന്വേഷണവും ഇവരെ ഏൽപ്പിച്ചാൽ എന്ത് എന്ന ആലോചന ഇല്ലാതില്ല. നിങ്ങൾ തമ്മിൽ ഉത്സവം ഉപയോഗിക്കേണ്ട. ഞാൻ അതൊന്ന് പറയാം കേട്ടോ. ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കുറേ നാട്ടിലെ അവരെ ഈ കുട്ടികൾക്ക് പോലെ അച്ഛനമ്മ താങ്കൾ പോലെ ആപ്പ്, ഹിന്ദിയിൽ ആപ്പ് പറയും. കാരണം അച്ഛൻ കുട്ടിക്ക് ആപ്പ് പറയും. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ആ ബഹുമാനം കൊടുക്കണം. നമ്പർ 1. പിന്നെ നിങ്ങളൊക്കെ ഈ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അനുസരിക്കണം. ടീച്ചർ ബൈ ചാൻസ് എന്തെങ്കിലും തെറ്റ് കാര്യം ഒരു പറഞ്ഞു, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് ഭയങ്കര അപ്പോൾ അതൊരു ബഹുമാനത്തിൻ്റെ അത് കാര്യം ടീച്ചർക്ക് അറിയിക്കണം. സാർ, ഇത് എനിക്ക് തോന്നി ഇങ്ങനെ ശരിയല്ല, ഇതാണ് ശരിയുള്ള പ്രൊസീജിയർ അല്ലേ സാർ, ഇത് ചോദിച്ചാൽ ഒരു ആൾക്ക് ഒരു ഇത് ഉണ്ടാക്കില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇതാണ് ഡിസിപ്ലിൻ. മനസ്സിലായല്ലോ. പിന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഈ പോലീസ് ഹെഡ് ക്വാർട്ടറിൽ, ഈ പോലീസ് ഹെഡ് ക്വാർട്ടർ മീൻസ് ഇതിലെ
ഞങ്ങൾ ഈ കേരള പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഓഫീസാണ്. ഇവിടെ ആണ് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ ഇവിടെ നിന്നും പോകും.